മിമിക്രി വേദികളിൽ നിന്നും സിനിമാ രംഗത്തേക്ക് കടന്നു വന്ന സംവിധായകനും നടനുമാണ് നാദിർ ഷാ. അബി, ദിലീപ്, നാദിർ ഷാ, കലാഭവൻ മണി തുടങ്ങിയവരെല്ലാം സ്റ്റേജ് ഷോകളിൽ തിളങ്ങിയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ദിലീപ് ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കൾ സിനിമയിലേക്ക് കടന്നു വന്ന് താരമായപ്പോഴും നാദിർ ഷയ്ക്ക് വർഷങ്ങൾക്കിപ്പുറമാണ് സിനിമാ ലോകത്ത് തൻ്റേതായ ഒരു സ്ഥാനം നേടാൻ സാധിച്ചത്. അമർ അക്ബർ അന്തോണി എന്ന സിനിമ സംവിധാനം ചെയ്ത് പ്രേക്ഷക പ്രീതി നേടാൻ നാദിർ ഷയ്ക്ക് കഴിഞ്ഞു. പൃഥ്വിരാജ്, ഇന്ദ്രജിത്ത്, ജയസൂര്യ എന്നിവർ പ്രധാന വേഷം ചെയ്ത സിനിമ 2015 വൻ ഹിറ്റുകളിൽ ഒന്നായി. പിന്നീട് അങ്ങോട്ട് നാദിർ ഷയ്ക്ക് തുടരെ വിജയം ആവർത്തിക്കാൻ കഴിഞ്ഞില്ല. അടുത്ത സുഹൃത്തായ ദിലീപിനെ നായകനാക്കി ചെയ്ത കേശു ഈ വീടിൻ്റെ നാഥൻ, ഒടുവിൽ റിലീസ് ചെയ്ത ഈശോ എന്നീ സിനിമകൾ പരാജയപ്പെട്ടു. കരിയറിനൊപ്പം തൻ്റെ കുടുംബജീവിതത്തിനും നാദിർ ഷാ വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഭാര്യയോടുള്ള സ്നേഹത്തെക്കുറിച്ച് നാദിർ ഷാ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. ഭാര്യ വീട്ടിലില്ലെങ്കിൽ തനിക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നില്ലെന്ന് നാദിർ ഷാ പറയുന്നു. മിർച്ചി മലയാളത്തോടാണ് പ്രതികരണം. ഭാര്യ വീട്ടിലില്ലെങ്കിൽ നിനക്കൊന്ന് ലോട്ടറി അടിച്ചല്ലോ എന്ന് പറയുന്ന ഭർത്താക്കന്മാരുണ്ട്. ഭാര്യ ഇല്ലാത്തതുകൊണ്ട് അവനെന്ന് അർമാദിക്കും എന്ന് പറയുന്നവരുമുണ്ട്. ഞാനപ്പോൾ ആലോചിക്കാറുണ്ട്, ഭാര്യ വീട്ടിലില്ലെങ്കിൽ ഞാൻ ആ വീട്ടിലേക്ക് പോകില്ല. കാരണം ഡോർ തുറക്കുമ്പോൾ മക്കളെയും ഭാര്യയെയും സ്ഥിരം കാണുന്നതാണ്. അവരില്ലെങ്കിൽ ഹോട്ടലിൽ റൂം എടുത്ത് അവിടെ താമസിക്കും. ഷാഹിന എന്നാണ് നാദിർ ഷയുടെ ഭാര്യയുടെ പേര്. ആയിഷ നാദിർ ഷാ, ഖദീജ നാദിർ ഷാ എന്നിവരാണ് നാദിർ ഷയുടെ മക്കൾ. മുമ്പൊരിക്കൽ തൻ്റെ വിവാഹ തീയതി മറന്നുപോയ സംഭവത്തെക്കുറിച്ച് നാദിർ ഷാ സംസാരിച്ചിട്ടുണ്ട്. ഏപ്രിൽ 12 വിവാഹം. കല്യാണം ഉറപ്പിച്ച ശേഷം ഒരാൾ വിളിച്ച് പ്രോഗ്രാം ബുക്ക് ചെയ്തു. വിവാഹമാണെന്ന് ഓർക്കാതെ ഏപ്രിൽ 12 ബുക്ക് ചെയ്തു. എഗ്രിമെൻ്റ് എഴുതി. എന്നാൽ ആ ഡേറ്റിൽ എന്തോ സംഭവമുണ്ടെന്ന് മനസ്സിൽ തോന്നി. അപ്പോഴും വിവാഹമാണെന്ന് ഓർക്കുന്നില്ല. തീയതി തൻ്റെ മനസ്സിൽ വരുന്നുണ്ട്. ഉടനെ അനിയനെ വിളിച്ച് ഏപ്രിൽ 12 എവിടെയെങ്കിലും പ്രോഗ്രാം ഉണ്ടോ എന്ന് ചോദിച്ചു. ഇത് കേട്ട് തമാശ പറയുകയാണോ എന്നാണ് അവൻ ചോദിച്ചത്. ഇക്കാക്കയുടെ കല്യാണമല്ലേ അന്ന് എന്നവൻ ചോദിച്ചപ്പോഴാണ് വിവാഹകാര്യം ഓർമ്മ വന്നത്. ഇതോടെ ആ പ്രോഗ്രാമിൻ്റെ ഡേറ്റ് മാറ്റുകയായിരുന്നുവെന്നും അന്ന് നാദിർ ഷാ ഓർത്തു. ഈശോ ആണ് നാദിർ ഷയുടെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ. ജയസൂര്യ നായകനായി എത്തിയ സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. റിലീസിന് മുൻപ് സിനിമയുടെ പേരുമായി ബന്ധപ്പെട്ട് വിവാദങ്ങൾ ഉയർന്നിരുന്നു. ഈശോ എന്ന പേരും ടാഗ്ലൈനും മതവികാരത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് ആരോപിച്ച് ക്രൈസ്തവ സംഘടനകൾ രംഗത്ത് വന്നു. ഇതോടെ നോട്ട് ഫ്രം ദ ബൈബിൾ എന്ന ടാഗ്ലൈൻ മാറ്റി.